ഗ്ലോബൽ വേദിയുടെ പ്രത്യേകത ഇവിടെ വരുന്ന സ്റ്റാർട്ടപ്പുകൾ, സക്സസ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ്, ബിസിനസ് ലീഡേഴ്സ് ഇവരെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഞാൻ കണ്ടെത്തിയ ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. അത് ചില്ലറ ആളല്ല, ഒരു എന്താ പറയുക, ഒരു ഫുൾ ടൈം അല്ല പാർട്ട് ടൈം ട്യൂട്ടറിൽ നിന്നും 1000 കോടിയുടെ കമ്പനി ബിൽഡ് ചെയ്ത ഒരു ഫൗണ്ടറാണ്. കേരളത്തിൽ സുപരിചിതമാണ് ഇദ്ദേഹത്തെ, എങ്കിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സൈലത്തിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ അനന്തു. ഓക്കെ അനന്തു, ബേസിക്കലി യു ആർ എ ഡോക്ടർ അല്ലേ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS ആഗ്രഹിച്ചു പഠിച്ചു, ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു. എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വരുന്നത്? ആക്ച്വലി ഞാൻ ഓൾമോസ്റ്റ് നീറ്റ് ക്രാക്ക് ചെയ്തിട്ടാണല്ലോ ഞാൻ MBBSലേക്ക് എത്തിയത്. ഞാൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രം ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ. വൺസ് ബിക്കോസ് നമ്മൾ ക്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കുറച്ചും കൂടെ അവരുടെ ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ആയിട്ട് ഞാൻ ക്രാക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ, അപ്പോൾ എൻ്റെ ജേർണി അവർ കേൾക്കാൻ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചിങ് ഫ്രം ദി ക്ലാസ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫൈനൽ ഇയറിൽ സൈലം എന്നൊരു ഐഡിയയിലേക്ക് എത്തുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് MBBS ഹൗസ് ഏജൻസി എടുത്തില്ലായിരുന്നു, ആ ഫൈനൽ ഇയർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഒരു സൈലത്തിൻ്റെ ഒരു സെക്കൻഡ് ഇയറിലാണ് ഞാൻ ഹൗസ് ഏജൻസി കംപ്ലീറ്റ് ചെയ്യുന്നത് പോലും. ഞാൻ കംപ്ലീറ്റഡ് ആണ്, ബട്ട് അതിലേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നീട് നേരെ സൈലത്തിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. അപ്പം ആ ടീച്ചിങ് അന്നോട്ട് തുടങ്ങിയത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കോൺഫിഡൻസ് അന്നോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വെച്ച് തന്നെയാണ് ആക്ച്വലി പ്ലാൻ എ സൈലം എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോയത്. ദെൻ പ്ലാൻ ബി ഈസ് ഓൾസോ ദെയർ. ഇഫ് ഇറ്റ്സ് നോട്ട് വർക്ക്, ഗോ ബാക്ക് ടു MBBS എന്നുള്ള എന്തായാലും അവിടെ ഐഡിയയിൽ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ സെക്ടർ എന്നുള്ളത് ഒരുപാട് ഇപ്പം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ വരുന്നു പോകുന്നു. പക്ഷേ സൈലത്തിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് വന്നു, ഫണ്ട് നേടി, നിങ്ങളൊരു വളരെ വലിയൊരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഫിസിക്സ് വാലയുടെ ഫണ്ടിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. 500 CR ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു 50% സ്റ്റേക്കോളം അതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഫണ്ടിങ് സ്റ്റേജിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? അത് ആ ഒരു ഫിസിക്സ് വാലയോ മറ്റ് ഞങ്ങൾ ആക്ച്വലി ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകണമെന്ന് വിചാരിച്ചൊരു കമ്പനിയല്ല. ഈവൻ ഞാൻ ഫണ്ടിങ്ങിന് പോകുമ്പോഴാണ് ഞങ്ങളുടെ റവന്യൂ 100 crore ആയെന്നുള്ളത്, ഞാൻ 100 crore പ്ലസ് ആയെന്നുള്ളത് ഞാൻ തന്നെ അറിയുന്നത്. മീൻസ് അങ്ങനെ ആക്ച്വലി ഞങ്ങൾ സ്റ്റുഡൻറ് സൈഡിൽ നിന്ന് അവരുടെ ഇമോഷനൊപ്പം അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള മാത്രം നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാണ്ട് ഒരു യൂസേഴ്സിൽ, അതായത് നമ്മുടെ കേസിലാണ് സ്റ്റുഡൻസിൽ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് വാല്യൂസ് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കൂടെ വരും എന്നുള്ളതാണ്. പിന്നെ ഒരു സ്റ്റെബിലിറ്റി, സ്കെയിലബിലിറ്റി, ഇതിനു വേണ്ടിയാണ് ആക്ച്വലി ഫണ്ടിങ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പോയത്. ബിക്കോസ് വി ആർ വെരി ഓപ്പറേഷണലി ഹെവി, ലൈക്ക് 2700 സ്റ്റാഫ് ഉണ്ട്, ലൈക്ക് വി ആർ ഡൂയിങ് എ റവന്യൂ ഓഫ് 350 crore ദിസ് ഇയർ. അപ്പോൾ അത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ സോ വി നീഡ് സം ബാക്കപ്പ് എനിവേ. ലൈക്ക് അപ്പോൾ അതാണ് ഞങ്ങൾ ആക്ച്വലി ഫിസിക്സ് വാല എന്നുള്ളൊരു യൂണിക്കോണുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ആൻഡ് വി ആർ ഗോയിങ് ഫോർ ആൻ IPO നെക്സ്റ്റ് ഇയർ ഓൾസോ. വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ്, ഒരു കമ്പൈൻഡ് IPO. സോ അപ്പം അതെല്ലാം ഒരു ഈ പറയുന്ന ജേർണി കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്, അവരുടെ ഒരു സപ്പോർട്ടോടുകൂടി. പിന്നെ ടെക് സപ്പോർട്ട് അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു ഒരുപാട്. അപ്പം അങ്ങനെ ഒരുപാട്, ബിക്കോസ് വി ആർ ഇൻ സിമിലർ ബിസിനസ്, ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് ആയതുകൊണ്ട് തന്നെ അവരുടെ കുറേ ആഡ് ഓൺസ് നമ്മളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. അവരെന്തൊക്കെ ഇന്നോവേഷൻസ് നടത്തുന്നു അതെല്ലാം നമ്മുടെ സ്റ്റുഡൻസും നമ്മൾ എന്തൊക്കെ ഇന്നോവേഷൻസ് നടത്തുന്നു അവിടേക്കും കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഷെയറിങ്, ഒരു പാൻ ഇന്ത്യൻ ബ്രാൻഡ് ആകുക എന്നുള്ള ലക്ഷ്യമാണ്. ബിക്കോസ് വി ആർ വെരി ബിഗ് ഇൻ സൗത്ത്, ദേ ആർ വെരി ബിഗ് ഇൻ നോർത്ത്. കമ്പൈൻ നോർത്ത് സൗത്ത്, വി വിൽ ബിക്കം എ പാൻ ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ളതാണ് സൈലം PW. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ് ബ്രാൻഡായി, തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ അടുത്ത സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് പോകുമ്പം വാട്ട് ഈസ് ദ റിയൽ എക്സ്പാൻഷൻ പ്ലാൻ ഓഫ് സൈലം? So we started in Coimbatore. We are the number one in Coimbatore right now, based on number of students. We getting into Salem, Tirunelveli, Tirchi right now in this year. So Karnataka, we entering into Mangalore, Udupi, and we are going in that direction. So we are growing. Not in a faster pace, but very slowly. We are getting into that geographical area. So studying that area very well. And sustainable ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിനെ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ സസ്റ്റൈനബിൾ ആക്കി നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് മേജർലി ഓൺലൈൻ തന്നെയാണ് നമ്മൾ അവിടെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഗെറ്റിംഗ് ഇൻ ടു ഓഫ്ലൈൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എട്ടെക്ക് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഏതെങ്കിലും വെഞ്ചർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഒരു മലയാളി കണക്ഷൻ എന്ന് പറയുന്നത് ബൈജൂസ് ആണ്. ബൈജൂസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അമേസിംഗ് ആയിരുന്നു, ഫണ്ടിങ്ങും സ്കെയിലബിലിറ്റി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് തിരിച്ചു വരവിലേക്കാണ്. അത് ഡെഫിനറ്റ്ലി വി ആർ ഓൾ ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലരുടെ വീഴ്ചകൾ, തകർച്ചകൾ കാണുമ്പം ആസ് എ ഫൗണ്ടർ എങ്ങനെയാണ് അത് എടുക്കുന്നത്? അതിനെങ്ങനെ പഠിക്കാനും മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്? അവർ ചെയ്തതിൻ്റെ ശരികളും തെറ്റുകളും കൃത്യമായി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ ആസ് എ ഫൗണ്ടർ ഓഫ് എടെക്
ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്നത് നമുക്കെല്ലാം ഇൻസ്പിറേഷനാണ്. കാര്യം ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്തൊരു കാലത്താണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത്. ഇത്രയും ഓടി അദ്ദേഹം അവിടെ എത്തിച്ചിരുന്നു. പക്ഷേ ചില തീരുമാനങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായ പ്രശ്നങ്ങളുണ്ടായത്. അത് നമ്മളിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഈ പറയുന്ന പോലെ സ്റ്റുഡൻറ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പോരായ്മകളാണ് അവിടെ ഉണ്ടായത് അത് നമ്മളിൽ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം 100% ആൾ തിരിച്ചു വരണം എങ്കിൽ. കാര്യം നമ്മുടെ ഒരേ സെഗ്മെൻറ്റിലുള്ള ആളുകളാണ്. എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. എല്ലാവരും സർവൈവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും ബീങ് എ ടെക് ഒരു കമ്പനിയുടെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ വാട്ട് ഈസ് യുവർ കോർ സക്സസ് മന്ത്ര ടു ദി ഓൺട്രപ്രണേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ വരാനിരിക്കുന്ന ആസ്പയറിംഗ് ആയിരിക്കുന്നവർക്ക് എന്താണ് അനന്തുവിന് പറയാനുള്ളത് ബീങ് എ ഫൗണ്ടർ? വാല്യൂ ടു ദി എൻഡ് യൂസേഴ്സ്, ദാറ്റ് ഈസ് എ മെയിൻ തിങ്, റൈറ്റ്? അത് നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ തന്നെ പറയുമല്ലോ, ലൈക്ക് ഇഫ് ദർ ഈസ് ഗ്യാപ്പ്, അതാണ് നമ്മൾ ആദ്യം നോക്കുക. ഓർ നമുക്ക് ബെറ്റർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന കാര്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഡിഫറൻഷിയേബിൾ ആയിരിക്കണം. എൻഡ് യൂസേഴ്സിന് വാല്യൂ കൊടുക്കണം. വാല്യൂ ഫോർ മണി ഉണ്ടാകണം നമ്മുടെ പ്രോഡക്റ്റ് വാട്ടവർ. നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ സർവീസാണ് കുറച്ചും കൂടെ. അപ്പം അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ്, നമ്പേഴ്സ്, ഫണ്ടിങ്, എവറിത്തിങ് വിൽ ഫോളോ യു എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. ഞാൻ ആസ് എ ഫൗണ്ടർ, ഞാൻ ഒരു ടീച്ചറും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു സ്റ്റുഡൻറ്റ് ഇമോഷൻസും സ്റ്റുഡൻറ്റ് ഒരു സപ്പോർട്ടിലും കൂടുതൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ജേർണി കുറച്ചും കൂടി എളുപ്പമായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1000 കോടി വാല്യൂഷനുള്ള കമ്പനി 500 കോടി ഫിസിക്സ് വാലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ആൻഡ് യു ആർ ഗോയിങ് ഫോർ ദി IPO. ദാറ്റ്സ് റിയലി ഗ്രേറ്റ്, Anandu, and all the very best wishes for you and your venture. Thank you.